വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് സഫീന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏതൊരു മത്സര പരീക്ഷ എടുത്തു നോക്കിയാലും നിർബന്ധമായിട്ടും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കാണുന്ന ഒരു വിഷയമാണ് അദദും മഅദൂദും അല്ലേ. നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്പർ, അറബിയിൽ അതിന് ഓരോ നമ്പറിനും അല്ലെങ്കിൽ ഓരോ കാറ്റഗറി അനുസരിച്ച് ഓരോ നമ്പറിനും പ്രത്യേക റൂളാണ് അല്ലേ. നമുക്കപ്പോൾ ഇന്ന് അതിൻ്റെ 1 മുതൽ 10 വരെ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കാം. വാഹിദ് വ ഇസ്നാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് കാറ്റഗറൈസ്ഡ് ആണ് എന്നല്ലേ. അപ്പോൾ അതിലെ ഏറ്റവും ആദ്യത്തെ കാറ്റഗറിയാണ് വാഹിദും ഇസ്നാനും, 1ഉം 2ഉം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ അറബിയിലുള്ള റൂൾസ് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാനിനി പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ അത്രയും ക്ലിയറായി നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി നോട്ട്സ് പോലെ തന്നെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ശ്രദ്ധിച്ചില്ല എങ്കിൽ കൺഫ്യൂഷൻസ് ഏറ്റവും എളുപ്പത്തിൽ വരാവുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ 1നും 2നും അറബിയിൽ പ്രത്യേക നിയമമാണ്. 1ഉം 2ഉം നമ്മൾ എണ്ണുമ്പോൾ അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ നമ്മൾ വാഹിദും ഇസ്നാനും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ സെന്റൻസിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? എല്ലാ അവസ്ഥയിലും അദദ് മഅദൂദിനെ പിന്തുടരണം. എന്താണ് അദദ്? അദദ് എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ. അപ്പോൾ മഅദൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിനെയാണോ കൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ 5 കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിൽ 5 അതൊരു നമ്പർ ആണ് അല്ലേ. അതിനെയാണ് അദദ് എന്ന് പറയാം. അപ്പോൾ അതിൽ കുട്ടികൾ എന്നൊരു വാക്ക് വന്നിട്ടില്ലേ? അതെന്താണ്? നമ്മൾ എണ്ണിയ സാധനമാണ് അല്ലെങ്കിൽ എണ്ണിയ വസ്തു. അതിനെയാണ് മഅദൂദ് എന്ന് പറയാം. എന്തിനെയാണോ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് അത് മഅദൂദും നമ്പറിനെ നമ്മൾ അദദും എന്നാണ് പറയാ. അപ്പോൾ വാഹിദും ഇസ്നാനും 1ഉം 2ഉം എണ്ണുമ്പോൾ നമ്മൾ എപ്പോഴും അദദ് മഅദൂദിനെ ഫോളോ ചെയ്യണം. ഏതൊരു കേസിലും ചിലപ്പോൾ മുദക്കറായ വസ്തുക്കളെ ആയിരിക്കാം നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുഅന്നസായ വസ്തുക്കളെ ആകാം, അല്ല എങ്കിലോ മുഫ്രദായിരിക്കാം, അല്ല എങ്കിൽ ഇസ്നാനാണ്. 2 എണ്ണം പറയുമ്പോൾ നമുക്ക് അറബിയിൽ എന്താണ്? മുസന്ന ഉണ്ട് അല്ലേ. അപ്പോൾ ഡുവൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എണ്ണുന്നത്. അപ്പോൾ ഏതൊരു വിഷയത്തിലും ഈ നമ്പർ എന്ത് ചെയ്യണം? ഈ മഅദൂദിനെ ഫോളോ ചെയ്യണം. അദദ് മഅദൂദ് മുദക്കറാണോ? അദദും മുദക്കറാകണം. ഇനി മഅദൂദ് മുഅന്നസ് ആണോ? അദദും മുഅന്നസ് ആകണം. നമുക്ക് നോക്കാം. എന്താ എഴുതിയിരിക്കുന്നേ? എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ എണ്ണവും പുല്ലിംഗത്തിൽ ആകണം. നമ്മൾ എണ്ണുന്ന വസ്തു ഒരു മെയിലായിട്ടുള്ള ആണായിട്ടുള്ള സാധനമാണ് എങ്കിൽ നമ്മൾ എണ്ണുന്ന നമ്പറും ആ ഒരു മെയിലിന്റെ ഫോർമാറ്റിലാണ് എഴുതാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ ദാ ഇവിടെ നോക്കി, കിതാബുൻ വാഹിദ്. കിതാബ്, കിതാബ് മുദക്കറാണോ മുഅന്നസ് ആണോ? കിതാബ് മുദക്കറാണ് അല്ലേ. അപ്പോൾ അതിന്റെ നമ്പർ വാഹിദ്, കിതാബുൻ വാഹിദ്. വാഹിദ് എങ്ങനെയാ? മുദക്കർ ഫോർമാറ്റിൽ തന്നെയാണ് വന്നത്. അല്ലാതെ ഇവിടെ തായൊന്നും മുഅന്നസിന്റെ വാഹിദത്ത് എന്നല്ല പറഞ്ഞത്. മുഅന്നസിന്റെ തായൊന്നും ഇല്ല അവിടെ. അപ്പോൾ എണ്ണുന്ന വസ്തു എന്താണ്? മുദക്കറാണ്. അപ്പോൾ അതിന്റെ നമ്പറും എന്താണ്? മുദക്കറായി. ഇനിയോ അത് തന്നെ ഡുവല്ലാകുമ്പോ മുസന്നയാകുമ്പോ എന്താണ്? കിതാബാനി ഇസ്നാനി. 2 പുസ്തകങ്ങൾ അല്ലേ. കിതാബാനി ഇസ്നാനി. അപ്പോൾ ദാ ഇത് മുഅന്നസിന്റെ ഫോർമാറ്റിലാണ്, അത് മുസന്നയുടെ ഫോർമാറ്റിലാണ്. അതുകൊണ്ട് തന്നെ കിതാബാനി നമ്മൾ എണ്ണിയത് എന്താണ്? ആ ഒരു വസ്തുവും മുസന്നയുടെ ഫോർമാറ്റിലാണ്. അതായത് കിതാബാനി ഡുവല്ലുണ്ട്, അപ്പോൾ നമ്പറും ഡുവല്ലായിട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. ഇനി ഇതാ സെയിം തന്നെ എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ എണ്ണവും സ്ത്രീലിംഗത്തിലാകണം. അത് രണ്ടും ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ. ജെൻഡർ എപ്പോഴും സെയിം ആയിരിക്കണം. ജെൻഡർ മാത്രമല്ല, എണ്ണപ്പെടുന്ന വസ്തു മുഫ്രദാണെങ്കിൽ എണ്ണവും മുഫ്രദാകണം. ഒറ്റ പദമുള്ള വാക്കാണ് എണ്ണുന്നതെങ്കിൽ അതിന്റെ നമ്പറും അങ്ങനെ തന്നെ ആയിരിക്കണം. വാഹിദ് കിതാബുൻ വാഹിദ് എന്ന് പറഞ്ഞ പോലെ. ഇനിയോ എണ്ണപ്പെടുന്ന വസ്തു മുസന്നയാണെങ്കിൽ എണ്ണവും മുസന്നയാകണം. ഡുവല്ലായിട്ട് 2 എണ്ണം ഉള്ളതാണ് പറയണമെങ്കിൽ നമ്പറും ആ ഒരു ഫോർമാറ്റിൽ തന്നെ വേണം എഴുതാൻ. അതിപ്പോ ദാ മുഅന്നസിന്റെ കേസ് വരുമ്പോൾ ഫറാഷത്തുൻ. ഫറാഷത്തുൻ മുദക്കറാണോ മുഅന്നസ് ആണോ? ഫറാഷത്തുൻ മുഅന്നസ് ആണ് അല്ലേ. അത് ഫീമെയിൽ ആണ് അല്ലെങ്കിൽ സ്ത്രീലിംഗത്തിൽപ്പെട്ട ഒരു വാക്കാണ്. അപ്പോൾ ദാ അതിന്റെ ഫറാഷത്തുൻ ഇവിടെ വാഹിദത്തുന്നാണ് വരേണ്ടത് അല്ലേ. ഫറാഷത്തുൻ വാഹിദത്തുൻ, ഫറാഷത്തുൻ വാഹിദത്തുൻ.
അപ്പൊ ഇതിന് രണ്ടെണ്ണം ഉണ്ടെങ്കിലോ ഫറാശത്താനി ജമീലത്താനി. അപ്പൊ ഒന്നും രണ്ടും എണ്ണുമ്പോ വാഹിദും ഇസ്നാനിയും അറബിയിൽ കൗണ്ട് ചെയ്ത് നമ്മൾ എഴുതുമ്പോ എപ്പോഴും അതതും മഅദൂദും സെയിം ആയിരിക്കണം. എപ്പോഴും അതത് മഅദൂദിനെ ഫോളോ ചെയ്യണം. അപ്പോ ഒന്നിന്റെയും രണ്ടിന്റെയും റൂള് ക്ലിയർ അല്ലേ? നമുക്കിനി അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. നമ്മൾ പഠിച്ച ആദ്യത്തെ കാറ്റഗറി ഒന്നും രണ്ടും ആണ്. ഇനി നെക്സ്റ്റ് കാറ്റഗറി അത് ഏതാണെന്ന് നോക്കാം. സലാസ അഷറ 3 മുതൽ 10 വരെ. 3 മുതൽ 10 വരെയാണ് നെക്സ്റ്റ് വരുന്ന കാറ്റഗറി. അതിന്റെ റൂൾ എങ്ങനെയാണെന്ന് നോക്കാം. എണ്ണപ്പെടുന്ന വസ്തുവിനെ ബഹുവചനമാക്കണം. നമ്മള് 3 മുതൽ 10 വരെ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സാധനത്തിനെയാണോ എണ്ണുന്നത് അതിന്റെ ജെമ്മായിട്ടുള്ള ഫോമിൽ വേണം ആ ഇസ്മ യൂസ് ചെയ്യാൻ. ഇപ്പൊ 3 പുസ്തകങ്ങൾ എങ്ങനെയാ പറയാ? സലാസത്ത കുത്തുബിൻ എന്നാണ് പറയാ. അപ്പോ കിതാബ് എന്നല്ല പറയേണ്ടത്, മറിച്ച് കുത്തുബ് എന്നാണ് പറയാ. 3 മുതൽ 10 വരെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇസ്മിനെ എപ്പോഴും ജെമ്മന്റെ ഫോർമാറ്റിൽ വേണം എഴുതാൻ. 3 മുതൽ 10 വരെ ഇസ്മ എപ്പോഴും ജെം ആയിരിക്കും, അഥവാ പ്ലൂറൽ ആയിരിക്കും, ബഹുവചനമായിരിക്കും. പിന്നെയോ എണ്ണപ്പെടുന്ന വസ്തുവിന് ജെറ് നൽകണം. എന്താണ് ജെറ്? ഇസ്മു മജ്റൂർ എന്ന് നമ്മൾ പറയാറില്ലേ? എപ്പോഴും എന്താണ്? ഇവിടെ ഇപ്പോ ഒരു എക്സാമ്പിൾ നോക്കാം. ഖറജ സലാസത്തു തുല്ലാബിൻ അല്ലെ? അവിടെ തുല്ലാബിന് നമ്മൾ ജെറാണ് കൊടുത്തത്. എപ്പോഴും 3 മുതൽ 10 വരെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ആ ഒരു നൗണിന് എപ്പോഴും നമ്മൾ എന്ത് കൊടുക്കണം? ജെറ് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഇസ്മ മജ്റൂർ ആയിരിക്കണം 3 മുതൽ 10 വരെ. അപ്പോൾ ആദ്യത്തെ റൂൾ എന്തായിരുന്നു? 3 മുതൽ 10 വരെ ഇസ്മ പ്ലൂറൽ ആയിരിക്കണം. രണ്ടാമത്തെ റൂള് ഇസ്മിന് ജെറ് കൊടുക്കണം. പിന്നെയോ എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ എണ്ണം സ്ത്രീലിംഗം ആകണം. ഇവര് തമ്മിലൊട്ടും ചേരില്ല, അങ്ങനെ ഓർത്താലും മതി. 3 മുതൽ 10 വരെ അതതും മഅദൂദും എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. മഅദൂദ് സ്ത്രീലിംഗത്തിലാണെങ്കിൽ അതത് പുല്ലിംഗത്തിലായിരിക്കും. മഅദൂദ് പുല്ലിംഗത്തിലാണെങ്കിൽ അതത് സ്ത്രീലിംഗത്തിലായിരിക്കും. അഥവാ മഅദൂദ് മുദക്കർ ആണെങ്കിൽ അതത് മുഅന്നസ് ആയിരിക്കും. മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതത് മുദക്കർ ആയിരിക്കും. 3 മുതൽ 10 വരെ എപ്പോഴും ഇവര് ഓപ്പോസിറ്റ് ആണ്, ഇവര് തമ്മിൽ ചേരില്ല, അങ്ങനെ ഓർത്താലും മതി. ഇവിടെ നോക്കിയേ, ഖറജ സലാസത്തു തുല്ലാബ് എന്നാ പറഞ്ഞത്. തുല്ലാബ് എന്ന് പറഞ്ഞാല് വിദ്യാർത്ഥികൾ, ആൺകുട്ടികളാണ് അല്ലെ? പക്ഷേ അതിന്റെ അതത് എങ്ങനെയാണ് വന്നത്? സലാസത്ത് അല്ലെ? ഇവിടെ മുഅന്നസ് ആണ്, എന്നാൽ ഇത് മുദക്കർ ആണ്. പിന്നെയോ ഫി അർബഅത ബുയൂത്തിൻ, ബുയൂത്ത് മുദക്കർ ആണ്, പക്ഷെ അതിന്റെ അതത് എന്താണ് വന്നത്? മുഅന്നസ് ആണ് വന്നത് അല്ലെ? അത് ഫീമെയിൽ ആയിട്ടാണ് വന്നത്. റഅയ്തു ഹംസത റിജാലിൻ, റിജാല് മുദക്കർ ആണ്, പക്ഷെ അതിന്റെ അതത് വന്നത് മുഅന്നസ് ആണ്. എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ എണ്ണം പുല്ലിംഗം ആകണം. പിന്നെയോ അതാണ് 3 മുതൽ 10 വരെ വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനിയോ 10 തനിച്ചാണെങ്കിൽ 3 മുതൽ 10 വരെ നമ്മൾ പറയുമ്പോൾ അഷറ അത്രേ വരുന്നുള്ളൂ അല്ലെ? അഷറ ഒറ്റയ്ക്കാണ്, 10 ഒറ്റയ്ക്കാണ്. 10 ഒറ്റയ്ക്കാണെങ്കിൽ അതിന്റെ എതിർലിംഗത്തിലും 10 ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ 10 നമുക്ക് 10നെയാണ് മെൻഷൻ ചെയ്യണമെങ്കിൽ 10 കുട്ടികൾ, 10 പെൺകുട്ടികൾ, 10 ആൺകുട്ടികൾ അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ 10 തനിച്ചാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ റൂള് തന്നെയാണ് ഫോളോ ചെയ്യുക. അഷറത്ത ഔലാദിനും അഷറ ബനാത്തിനും ആണ്, ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എണ്ണുന്ന മഅദൂദ് മുദക്കർ ആണെങ്കിൽ അതത് മുഅന്നസ് ആയിരിക്കും. അതേ റൂള് തന്നെയാണ് 3 മുതൽ 10 വരെ പറയുമ്പോൾ 10 ഫോളോ ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് 11 മുതൽ എന്താണ്? 10 സംയുക്ത പദമാണ്, വേറെ ഒന്നിനോട് ചേർന്നിട്ടാണല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? സെയിം ജെൻഡറിലായിരിക്കും. അഹദ അഷറ എന്നൊക്കെ പറയുമ്പോൾ 10നൊപ്പം വേറെ ഒരു നമ്പർ കൂടിയുണ്ട്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ സെയിം ജെൻഡറിലും, 10 ഒറ്റയ്ക്കാണ് എങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിലും ആയിരിക്കും. അപ്പോൾ ഇതാണ് 3 മുതൽ 10 അല്ലെങ്കിൽ 1 മുതൽ 10 വരെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? 1 മുതൽ 10 വരെയുള്ള കാര്യങ്ങൾ. അതിൽ 1ഉം 2ഉം ഒരൊറ്റ കാറ്റഗറിയാണ്, സെയിം. എന്താണ്? മഅദൂദ് എന്താണോ അതേ റൂള് തന്നെയായിരിക്കണം അതതും ഫോളോ ചെയ്യേണ്ടത്. 3 മുതൽ 10 വരെ വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മുടെ എണ്ണുന്ന മഅദൂദിനെ എപ്പോഴും ജെമ്മാക്കണം,
മഅദൂദിന് ജെറ് നൽകണം. പിന്നെ എന്താണ്, എപ്പോഴും ഇവര് ജെൻഡറിന്റെ കാര്യത്തിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനിയും ഉണ്ടല്ലേ നമുക്ക് എണ്ണാൻ. 11 മുതൽ അങ്ങോട്ട് ഇനിയും വേറെ വേറെ റൂളുകളൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ പഠിക്കണ്ടേ? ഏതൊരു എക്സാം എടുത്തു നോക്കിയാലും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കൗണ്ടബിൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അതത് മഅദൂദ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ CCയിൽ JLT അറബിക്കിന് വേണ്ടി പുതിയ കോഴ്സ് ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.